അതെ പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലി പൊക്കോ. പണിയാ ഒരു യാത്ര പോണല്ലേ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ, കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ, പോയാക്കരുത് കേട്ടോ. ഇപ്പൊ വരാവേ. ഇതേപോലെ തൃത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്ന് പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. ആ നീ കിന്നാനം പറഞ്ഞ് നിക്കണേച്ചേ, മാവ് ഒഴിക്കാൻ കിടക്കുന്നു. പോയി തുടങ്ങ. ഇപ്പാരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ഇപ്പത്തെ ഇങ്ങനെ എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് ചെയ്യ. വേണ്ട, ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ. ഇത് മണിക്ക്. അല്ലിതാ, നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാലുണ്ടല്ലോ ഭീമിന്റെ വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണം. പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തയുടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തയുടെ സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ ചെല്ല്. അപ്പൊ ഇന്ദു ഞാനും കൂടി പപ്പടം കാച്ചു. പപ്പടങ്ങൾ സെക്ഷൻ. നിങ്ങൾ പെണ്ണുങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്താൽ മതി, ഞങ്ങൾ വന്നാൽ ശരിയാവില്ല. ഏട്ടനും കൂടി വാ. വേണ്ട മോളെ, നിങ്ങൾ ചെല്ലും. സൂക്ഷിച്ച് വാ ജയ, നമുക്കിവിടെ ഇരിക്കാം. എന്റെ അമ്മോ, കിട്ടിയില്ല സാനടാ. കണ്ണില്ലെങ്കിൽ എന്താ, ബാക്കിയൊക്കെ സൂപ്പറാ. അതെ, പുളിങ്കൊമ്പ. എന്തായാലും എന്താ, നമുക്കൊന്ന് മുട്ടിയാലോ? വേണ, കുഴപ്പാവോ? എന്ത് കുഴപ്പം? കെട്ടാനൊന്നല്ലല്ലോ, മുട്ട കിട്ടിയാ ഊട്ടി. നിന്നെ ഞാൻ എടുത്തോളാം. എന്നെ അറിയില്ല. വേണ്ട വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞു. എങ്ങനെയുണ്ട് മീനാക്ഷി ചേച്ചി? സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? പ്രോഗ്രാം ഇല്ലടാ, പട്ടിണിയാ. എന്നാ പോയി തണ്ടടാ. ഇതിനൊരു മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക്
അവൾക്ക് വേണ്ടി കല്യാണക്കാരി ആലോചിക്കുന്നുണ്ട്. എന്തിനാ ആലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആര്? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ലേ ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ, താനെ വന്നാ മതി. പിണങ്ങിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ, നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല? ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എടാ കള്ള, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ ആ ഭാര ലുക്കല്ലടാ. ആണോ? പിന്നെ അല്ല. വന്നേ ആടന്നോ. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീട് പുഴയെ തന്നെയായി. ചോദിച്ചാ വല്ലതും കിട്ടിയടാ? തീമിംഗലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണ? അര വെച്ചേക്ക. അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാടാ. പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടിയൊന്നുമില്ലെന്ന് ചോദിക്കും ഇവന്മാര്. ഗൾഫുകാരെ പോലെ. അതാണ്. ആ ദേവൂട്ടി, മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ. ദേവൂട്ടി, ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? ഇല്ലേട്ടാ. സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോലെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിർക്കും. അമ്മേ, അല്ലേട്ടാ, ഈ മണിയേട്ടന് അവിടെ കുളിക്കാറൊന്നുമില്ല. ഞങ്ങള് നിർബന്ധിച്ച ഇടയ്ക്കൊന്ന് കുളിക്കും. അമ്മേ, അമ്മ മാമന്റെ വീട്ടിൽ പോയിരിക്കുക, ഇപ്പൊ വരും. എന്താ അവിടെ വിശേഷിച്ച്? ശോഭേജിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, അതിന്റെ കാര്യം അറിയാൻ പോയതാ. ആഹാ. ഏട്ടാ. ശോഭേ, ചെക്കൻ എങ്ങനെയുണ്ട്? ആരും കണ്ടില്ല. കണ്ടില്ലേ? ചെക്കൻ വന്നില്ല. ചെക്കന്റെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. സാരില്ല, ഇനി അങ്ങോട്ട് കാണാലോ. ഈ വിറകെടുത്ത് അടുക്കി വെക്കാൻ കുട്ടിയോട് പറഞ്ഞതാ, കേക്കില്ല. ആഹാ, മോൻ വന്നോ? നീ എപ്പോഴാ എത്തിയത്? ഞാൻ വന്നേ ഉള്ളമ്മേ. എങ്ങനെയുണ്ടടാ നിന്റെ ബാൻഡൊക്കെ? നല്ല രസമല്ലേ അവിടെ? അടിപൊളിയാ. അല്ല, മാമന്റെ അടുത്ത് പോയിട്ട് എന്തായമ്മേ? ഓ, അവർക്ക് ആവശ്യം സ്ത്രീധനായിട്ട് കുറച്ച് പണ, പെണ്ണിനൊന്നുമല്ല. മണി വന്നില്ലേ കൂടെ? ആ ഉണ്ട്. നീ വാ, വല്ലതും കഴിക്കാം.